വേനലിൽ തരിച്ചിട്ട് കിടക്കുന്ന പാടശേഖരത്തിൽ തണ്ണിമത്തൻ കൃഷി ചെയ്ത് വിജയം നേടിയിരിക്കുകയാണ് കുണ്ടന്നൂർ വാഴപ്പിള്ളി വീട്ടിൽ സേവി. കുണ്ടന്നൂർ തെക്കേക്കര വെട്ടിക്കൽ പാലത്തിന് സമീപം 1 ഏക്കറോളം വരുന്ന പാടശേഖരത്തിലാണ് സേവി തണ്ണിമത്തൻ വിളയിച്ചിട്ടുള്ളത്. രൂപ ചെലവഴിച്ച് ചെയ്ത തണ്ണിമത്തൻ കൃഷി വൻ ലാഭകരമായി തീർന്നിരിക്കുകയാണ്. സാധാരണ തണ്ണിമത്തനും കിരൺ വിഭാഗത്തിൽപ്പെട്ട തണ്ണിമത്തനുമാണ് കൃഷി ചെയ്തിട്ടുള്ളത്. പുല്ലു വരാതിരിക്കാൻ മൾട്ടി ഷീറ്റിട്ട് വിത്ത് വിതച്ച് ചാണകപ്പൊടി ഉൾപ്പെടെയുള്ള ജൈവവളങ്ങൾ ഉപയോഗിച്ച് 2 നേരവും നല്ല രീതിയിൽ നനച്ചാണ് മികച്ച വിളവ് നേടിയത്. 45 ദിവസം എത്തിയപ്പോൾ പൂക്കൾ വിരിയുകയും 75 ദിവസമായപ്പോൾ വിളവെടുപ്പ് ആരംഭിക്കുകയും ചെയ്തു. ഇതിനോടകം 500 കിലോ വിൽപ്പന നടത്തി. ഇനി 2000 കിലോയോളം വിളവ് പ്രതീക്ഷിക്കുന്നുണ്ട്. അമ്മ കൊച്ചുമേരി, ഭാര്യ മിഥു, മക്കളായ ഇവാൻ എന്നിവർ സേവിക്ക് സഹായത്തിനുണ്ട്. സ്വകാര്യ കമ്പനിയിലെ ജീവനക്കാരനാണ് സേവി. സൂര്യകാന്തി, പയർ, വെണ്ട, വെള്ളരി, ചീര എന്നിവയും കൃഷി ചെയ്യുന്നുണ്ട്. വരുമാനമാർഗം എന്നതിലുപരി കൃഷി ശരീരത്തിനും മനസ്സിനും ഉന്മേഷവും ആരോഗ്യവും നൽകുന്ന ഉപാധിയാണെന്ന് സേവി പറഞ്ഞു. തരം വെറൈറ്റി വെച്ചോണ കിരണും പിന്നെ നോർമലാണ് വെച്ചോണേ. നമ്മളിത് ആദ്യം ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ മൾച്ചിങ് ഷീറ്റ് ഇട്ടിട്ടാണ് ചെയ്ത് നോക്കുന്നത്. മൾച്ചിങ് ഷീറ്റിന് പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ പുല്ല് വരില്ല. അതായത് നമ്മൾ നടുന്ന സ്ഥലത്ത് പുല്ല് വരില്ല, ബാക്കി എല്ലാ സ്ഥലത്തും പുല്ല് വരും. അത് നമ്മൾ അതിന് മരുന്നും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ ചെയ്യണേ. ഇതിൽ മഴയൊക്കെ പെയ്തപ്പോൾ നല്ല പുല്ലും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ പുല്ല് ഒരു തരം ഇതിന് നല്ലതാണ്. അതായത് തണ്ണിമത്തന് കാണാതിരിക്കാനും പിന്നെ അതുപോലെ തന്നെ തണ്ണിമത്തനൊരു തണൽ കിട്ടാനൊക്കെ ആയിട്ട് പുല്ല് നല്ലതാണ്. പിന്നെ ഇതിലിപ്പോൾ ഏകദേശം 500 കിലോത്തോളം ഇപ്പോൾ നമ്മൾ കൊടുത്തിട്ടുണ്ടാവും. ബാക്കി നമ്മൾ ഇനി 2000 കിലോ കിട്ടും നമ്മൾ പ്രതീക്ഷിക്കും. വരും വർഷങ്ങളിലും കൃഷി കൂടുതൽ വ്യാപിപ്പിക്കുവാനാണ് സേവിയുടെ ആഗ്രഹം. CCTV ന്യൂസ്, എരുമപ്പെട്ടി.